നമസ്കാരം. ഇന്ന് തീരെ ശരീരത്തിന് സുഖമില്ല കേട്ടോ. വീഡിയോ ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റിയില്ല. മറ്റാരുടേതുമല്ല, ബിനീഷ് കൊടിയേരിയുടേതാണ്. അതായത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു സംഭവം നടന്നല്ലോ. ഫുട്പാത്തിലൂടെ വന്ന സ്കൂട്ടർ യാത്രക്കാരനെ പോകാൻ സമ്മതിക്കാതെ വഴി തടഞ്ഞു നിർത്തി. ഇതെൻ്റെ വഴിയാണ്, ഇതുവഴി പോകാൻ പറ്റില്ല, കാൽനട യാത്രക്കാർക്കുള്ള ഇടത്തുകൂടി എന്തിനാണ് വണ്ടിയും കൊണ്ട് പോകുന്നതെന്നൊക്കെ ചോദിച്ച് പ്രഭാവതി എന്നു പേരുള്ള ഒരു അമ്മ വലിയ രീതിയിൽ വാർത്തകളിൽ ശ്രദ്ധ നേടി. ആ അമ്മയ്ക്ക് ഇന്നിപ്പോൾ MVD മാതൃകാപരമായി ആദരവൊക്കെ അർപ്പിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള ഒരു കാര്യം, അഭിമാനമുള്ള ഒരു കാര്യം. ഇതിനെ തുടർന്ന് പലരും പല രീതിയിലുള്ള വീഡിയോകളും പോസ്റ്റുകളും ഒക്കെ ഇട്ടത് കണ്ട്. പക്ഷെ ബിനീഷ് കൊടിയേരി കാണിച്ചത് ഒരു വല്ലാത്ത കടുങ്കൈയാണ്. അതായത് സഖാവ് പ്രഭേച്ചി, ഏതോ സമയത്ത് ഈ അമ്മ ഒരു സഖാവായിരുന്നു, ശരി, സമ്മതിച്ചു. പക്ഷെ ഇവിടെ ആ സഖാവ് വിളിയുടെ പ്രസക്തി എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റേ സന്ദേശം സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു സീൻ, ഒരു പാവപ്പെട്ടവൻ മരിച്ചു വീണുടനെ രണ്ട് പാർട്ടിക്കാരും കൂടെ പിടിയും വലിയും, രക്തസാക്ഷിയാക്കാനുള്ള ധൃതി. ആ പാവപ്പെട്ടവൻ ഒരു പാർട്ടിയിലും പെട്ട ആളല്ല, പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ രക്തസാക്ഷി എന്ന് പറഞ്ഞ് പരസ്പരം അടികൂടിയ ഒരു സംഭവം ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് സമൂഹത്തിൽ പോസിറ്റീവായിട്ട് വൈറലാകുന്ന ഒരു വിഷയം ഉണ്ടായാൽ പെട്ടെന്ന് അത് ഏത് രീതിയിൽ നമ്മുടേതാക്കാം എന്ന് ചിന്തിക്കുന്ന ഒറ്റ പ്രസ്ഥാനം ഇത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അരിവാളെടുത്ത് ജന്മിയെ വിറപ്പിച്ച പോരാട്ട വീര്യം, ഇന്നും തളരാത്ത വിപ്ലവ വീര്യം. അവിടെ ഇയാൾക്ക് നാണമില്ലേടോ? വിപ്ലവ വീര്യമൊക്കെ വേണം ഒരാൾക്ക്. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സ്ഥലത്തു കൂടി, കാൽനടയാത്രക്കാർക്ക് പോകാനുള്ള ഒരിടത്തു കൂടി ഓപ്പോസിറ്റ് ഒരുത്തൻ 2 വീലറെ വരുമ്പോൾ ഇതുവഴി പോകാൻ പറ്റില്ല എന്ന് നിവർന്നു നിന്ന് പറയാൻ വിപ്ലവ വീര്യമൊക്കെ വേണോ? എന്ത് മെസ്സേജ് താൻ കൊടുക്കുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ? നാണമില്ലേ? തനിയൊക്കെ നാണമില്ലേ? ചരിത്രം വഴിമാറുന്നത് കരുത്തരായ മനുഷ്യർക്ക് മുന്നിലാണ്. അടിച്ചമർത്താൻ അന്ന് വന്ന ജന്മിത്വത്തിന് നേരെ അരിവാളോങ്ങി വിറപ്പിച്ച അതേ പോരാട്ട വീര്യം ഇന്ന് നടു റോഡിലെ അനീതിക്ക് നേരെ ഉയരുന്നത് നാം കണ്ടു. ഇത് വെറും ഒരു തടഞ്ഞു നിർത്തലല്ല, മറിച്ച് കേരളം അഭിമാനത്തോടെ നെഞ്ചേറ്റുന്ന ഉയർന്ന പൗരബോധത്തിൻ്റെ ഉജ്ജ്വല പ്രഖ്യാപനമാണ്. അതൊക്കെ സമ്മതിച്ചു. ഒരമ്മ ശാരീരിക അവശതകളൊക്കെ ഒരുപക്ഷെ അവർക്കുണ്ടാവും. തൻ്റെ പ്രായം നോക്കിയില്ല, ഈ വരുന്ന ആൾ തന്നോട് എങ്ങനെ പെരുമാറും എന്ന് ചിന്തിച്ചില്ല. ചിലപ്പോൾ ഈ വന്ന വരവിന് അയാൾ ഒരു മര്യാദക്കാരനായതുകൊണ്ട് പറയുന്നതനുസരിച്ച് അയാൾ പിന്നിലോട്ട് പോയി നേരെ റോഡിൽ കൂടെ പോകുന്നത് കണ്ടു. ഈ അമ്മ തന്നെ പറയുന്നുണ്ട്, എന്നോട് മര്യാദയ്ക്കാണ് സംസാരിച്ചത്, മാന്യമായിട്ടാണ് പെരുമാറിയതെന്ന്. വേറെ ഏതെങ്കിലും വല്ല ലഹരിയും കുത്തിക്കയറ്റി വരുന്ന പയ്യന്മാരും വല്ലതും ആയിരുന്നെങ്കിൽ നേരെ കൊണ്ട് വണ്ടി കയറ്റി ഇറക്കാനും മതി. പക്ഷെ അതൊന്നും ചിന്തിക്കാതെ ഇറങ്ങിത്തിരിക്കണമെങ്കിൽ നമുക്കൊരു പൗരബോധം വേണം. അത് കറക്റ്റാണ്. അതിനൊരു മനസാന്നിധ്യവും വേണം. ഒരു വിൽ പവർ എന്നൊക്കെ പറയുന്നത് പ്രായവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. അഭിമാനബോധം നമുക്ക് കിട്ടാനുള്ളതാണ് എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അത് വാങ്ങിച്ചെടുക്കാനുള്ള ഒരു ത്വരയുണ്ടല്ലോ, അതൊന്നും പ്രായവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല. പ്രായമായിട്ട് എന്താ ബന്ധപ്പെട്ട് കിടക്കുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യത അല്ല, എഴുന്നേറ്റ് പൊങ്ങാനുള്ള ആവതില്ല, പല രോഗങ്ങൾ. ആരെങ്കിലും ഒന്ന് അടിച്ചാൽ നമ്മൾ വീണു പോയാൽ നമുക്കത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളായി മാറും. ഇങ്ങനെയുള്ള ചിന്തകളും ഇങ്ങനെയുള്ള സാധനങ്ങളും മാത്രമേ പ്രായവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുള്ളൂ. മനുഷ്യൻ്റെ ഉള്ളിലെ സംഭവം ഉണ്ടല്ലോ, എന്തിനെങ്കിലുമൊക്കെ ഉള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ അനീതിക്കെതിരെ പോരാടാനുള്ള ഒരു ധൈര്യമൊക്കെ ഉണ്ടല്ലോ, അതിന് പ്രായമായിട്ട് ബന്ധമില്ല. ബിനീഷ് കൊടിയേരി എൻ്റെ ഇടയ്ക്ക് തപ്പിച്ചത് എടുത്തുകൊണ്ട് ഒന്ന് സഖാവായിരുന്നത് കൊണ്ടാണ് ഈ വിപ്ലവ വീര്യത്തിൻ്റെ അതൊക്കെ ബാക്കി ഇച്ചിരി കിടന്നതുകൊണ്ടാണ് ഇത് കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് നാണം കട നിങ്ങൾക്ക് പിന്നെ ഉളുപ്പില്ലെന്നറിയാം. ഈ ഒരു വിഷയത്തിൽ അങ്ങേയറ്റ അമ്മ അനുമോദനങ്ങൾ സാധാരണക്കാരുടെ ഭാഗത്തു നിന്നും അർഹിക്കുന്നു. കാരണം അതുവഴി പോയ ഒറ്റ എണ്ണങ്ങൾ, സ്കൂൾ വിദ്യാർത്ഥിനികൾ ഒക്കെ അതുവഴി നടന്നു പോകുന്നുണ്ട് ഈ വിഷയം കണ്ടുകൊണ്ട്. എന്താ സംഭവം അവിടെ നടക്കുന്നതെന്നൊന്ന് ചോദിക്കാൻ പോലും ആരും തയ്യാറായിട്ടില്ല. ഇൻ കേസ് ആ സ്കൂട്ടറുകാരൻ ആ അമ്മയുടെ അടുത്ത് അപമര്യാദയായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ പോലും ആരും അതിൽ കൈ കടത്തുമായിരുന്നു, ആ വിഷയത്തിൽ ഇടപെടുമായിരുന്നു എന്നും നമ്മൾ വിചാരിക്കുന്നില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം. ആ അമ്മയും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ അതാണ്. ഇപ്പം എനിക്ക് വേണ്ട കാര്യം ചോദിച്ച് വാങ്ങിക്കാനുള്ള ധൈര്യം എനിക്കുണ്ട്. പണ്ടേ ഞാൻ ശീലിച്ചിട്ടുണ്ട്. അന്യായമാണോ അതിനെ ചോദ്യം ചെയ്തിരിക്കും. അതൊക്കെ ഓരോരുത്തർ ശീലിച്ച് വരുന്ന കാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കയറിയിട്ട് നമുക്ക് അവിടുന്ന് കിട്ടുന്ന വീര്യത്തിൻ്റെ സാധനമൊന്നും അല്ലത്. ഓരോരുത്തരുടെ വ്യക്തിത്വമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമൊക്കെ തന്നെ. നമ്മൾ വളർന്നു വന്ന സാഹചര്യം, നമ്മുടെ ബുദ്ധി, ധൈര്യം, അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്ന സാധനമാണ്. ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ, ഒരാൾ നീതിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന കണ്ടാൽ ആ സംസാരിക്കുന്ന ആളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനെങ്കിലും എല്ലാവരും ഒന്ന് തയ്യാറാകണം എന്നുള്ള ഒരു സംഭവം കൂടെ ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പലയിടങ്ങളിലും ഇങ്ങനെ ഫുട്പാത്തുകൾ കയ്യേറി 2 വീലറുകൾ പോകുന്നുണ്ട്. തിരുവനന്തപുരത്തൊക്കെ സ്ഥിരം കാഴ്ചയാണ്. അവിടുത്തെ സ്ലാബുകളൊക്കെ ഇളകി കിടക്കുകയാണ്. ഈ അവശരായിട്ടുള്ള പ്രായം ചെന്ന ആളുകൾക്കൊക്കെ പിടിച്ച് നടക്കാനാണ് കൈവിരികളൊക്കെ ഉള്ളത്.
അതിൻ്റെ ഇടയിൽ കൂടെ ആദ്യം പോകണം എന്നുള്ള ഇതിൽ ഷോർട്ട് കട്ട് തിരക്കി പോകുന്നവർക്കൊക്കെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ് MVDയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ആ ഒരു സ്കൂട്ടർ യാത്രക്കാരനല്ല, ഒരുപാട് പേര് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയവരൊക്കെ പരമാവധി ആളുകളെ കൂട്ടത്തോടെ അവരുടെയൊക്കെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് മാറുകയാണെങ്കിൽ അത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയായിരിക്കും. ഏതായാലും ആ അമ്മയെ ആദരിച്ചതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. എന്നിട്ട് ബിനീഷ് കൊടിയേരി അവസാനിപ്പിച്ചിരിക്കുന്നതാണ്, നമ്മുടെ തെരുവുകൾ സുരക്ഷിതമാകുന്നത് ഇത്തരം ഉരുക്കുവനിതകൾ ഉള്ളതുകൊണ്ടാണ്. ഭയമില്ലാതെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രഭേജിക്ക് കേരളത്തിന്റെ വിപ്ലവകരമായ അഭിവാദ്യങ്ങൾ. അതെന്തിനാ അഭിവാദ്യങ്ങൾക്കിടയിൽ ഒരു വിപ്ലവകരവും ഒരു മുഷ്ടി ചുരുട്ടലും? അതൊന്നും വേണ്ട. മാതൃകാപരമായിട്ടുള്ള ഒരു പെരുമാറ്റം ആ അമ്മയുടെ, പ്രായമുള്ള ആ സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനെ ആദരിക്കണം, അതിനെ ബഹുമാനിക്കണം, അതിന് നമ്മൾ കയ്യടി കൊടുക്കണം. എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ചെറുപ്പക്കാരായിട്ടുള്ളവരാരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണിത്. ഇതൊക്കെ എല്ലാവരും ഒരു സൈഡിൽ കൂടെ വിടുക, പോകുന്നവർ പോട്ടെ. നിയമലംഘനങ്ങൾ വരെ വളരെ സ്വാഭാവികമായ കണ്ണുകളിലൂടെ കാണുന്ന ഒരു രീതിയിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. ആർക്കും ഇതിനൊന്നും പുറകെ നടക്കാൻ വയ്യ. ഇനിയിപ്പോൾ അയാളോട് വല്ലതും പറഞ്ഞ് അത് കേസും കംപ്ലൈൻറ്റുമായി നമ്മൾ കയറി ഇറങ്ങണം എന്നുള്ള ചിന്ത ഒന്നിനും ആർക്കും മെനക്കെടാൻ വയ്യ. ഓരോ സഖാക്കളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിലവാരമില്ലാത്ത ഗതികെട്ട പ്രതികരണങ്ങളെ അത് പറഞ്ഞു വന്നപ്പോഴാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ, വൈറലായിരുന്നല്ലോ. അതായത് അമ്പൂരി കുമ്പിച്ചൽക്കടവ് പാലത്തിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് അവിടുത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം, ഒരു ചെറിയ പെൺകുട്ടിയാണ്, മുഖ്യദാസിൻ്റെ അടുത്തൊരു സെൽഫിക്കാണെന്നും പറഞ്ഞ് ചെന്നു. ഉടനെ അദ്ദേഹം എന്താണ് ചെയ്തതെന്നും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയുമൊക്കെ വളരെ കൃത്യമായിട്ട് ചാനലിലൂടെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഏതായാലും നന്നായിട്ട് ആ ജില്ലാ പഞ്ചായത്ത് അംഗം പേടിച്ചിട്ടുണ്ട്. പെൺകുട്ടി ആദ്യമായിട്ടൊക്കെ അല്ലേ ഈ കളത്തിലേക്ക് ഇറങ്ങുന്നത്. നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ഒരു മെഴുകലുമായിട്ട് ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട് അതിന്. സംഭവം എന്ന് പറയുന്നത് ഈ കാണുന്നത് പോലെ ഒന്നും അല്ല നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാണ്. സെൽഫി എടുക്കാൻ പോയതും അല്ല. നമ്മൾ ഈ കണ്ടതുപോലെ ഒന്നും അല്ല അവിടെ സംഭവിച്ചത്. നമ്മളെന്താ കണ്ടത്? ആ ഫോൺ കാണിച്ചിട്ട് എന്തോ ഒരു ആവശ്യം ഉന്നയിക്കുന്നു. ഫോൺ കാണിച്ചിട്ട് ഇപ്പം ആധാരത്തിന്റെ കാര്യം സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ, സെൽഫിയുടെ കാര്യമായിരിക്കും പറയുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ മുഖ്യദാസൻ അപ്പോൾ അവിടുന്ന് മാറുന്നില്ല അങ്ങോട്ടെന്നുള്ള രീതിയിൽ കൈ ഉൾപ്പെടെ വീശിയ ഒരു ശരീരഭാഷയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി നമ്മുടെ എല്ലാവരുടെയും കണ്ണ് ഒരുപോലെ അടിച്ചു പോയതാണോ, എല്ലാവർക്കും കണ്ണിന് ഒരുപോലെ എന്തെങ്കിലും പ്രശ്നം ബാധിച്ചതാണോ എന്നറിയില്ല. ഒന്നും അല്ല നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാണ്. സെൽഫി എടുക്കാൻ പോയതും അല്ല, ഫോൺ കോൾ വന്നു ആ സമയത്ത്. ഭവതി അവിടെ ചെന്ന് ആസനസ്ഥയായാലും പെൺകുട്ടികൾ നിൽക്കരുത്. അധിക സമയം സ്ത്രീകൾ നിന്ന് മുഷിയുന്നത് കാണാനുള്ള ശേഷി കേരളത്തിന്റെ മുഖ്യദാസനില്ല. അതുകൊണ്ട് അല്പസമയം കഴിഞ്ഞ് ഈ ചടങ്ങുകൾ കഴിഞ്ഞ് ഞാൻ വന്ന് ഭവതിയുടെ ആവശ്യം പരിഗണിക്കാം, അവിടെ ചെന്നിരിക്കുമെന്ന് പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി നിറഞ്ഞ ചിരിയോടുകൂടി പറഞ്ഞതായിട്ടാണ് സഖാത്തി പറയുന്നത്. നമ്മൾ കണ്ടതിന്റെ പ്രശ്നമാണ്. എന്റെ കയ്യിൽ ഫോൺ ഇരുന്നത് കൊണ്ട് ഒരു തെറ്റിദ്ധാരണയിലോട്ട് അങ്ങനെ. അപ്പൊ ശരി, സെൽഫി എടുക്കാൻ പോയതല്ല, കയ്യിൽ ഫോൺ ഇരുന്നത് കൊണ്ട് സെൽഫി എടുക്കാൻ ആവശ്യപ്പെട്ടു എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാ, സമ്മതിച്ചു. പക്ഷെ നിവേദനം കൊടുക്കാൻ പോയതാണെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ, അത് ഉള്ളതാണല്ലോ. അതിനെന്താ സംസാരിക്കാൻ? ഞാനൊരു നിവേദനം ഒരു നിവേദനം വാങ്ങിച്ചോ? നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിവേദനം കൊടുക്കാനായിരുന്നു മുഖ്യദാസന്റെ അടുത്തോട്ട് ചെന്നത്. എല്ലായിടത്തും എങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിക്കാൻ ശ്രമിച്ചാലും പറ്റത്തില്ല. ജില്ലാ പഞ്ചായത്ത് അംഗമേ, നാട്ടുകാരെല്ലാം കണ്ട്. നിങ്ങൾ ഈ കിടന്ന് പേടിക്കുന്ന എന്തോത്തിനാ? വേറെ രീതിയിൽ ബാധമായിട്ട് മാറി നിൽക്കാനപ്പോ പറഞ്ഞു. ഇല്ല, ഒന്നും പ്രത്യേകിച്ചായിട്ട് ഒന്നും എന്റെ അടുത്ത് സംസാരിച്ചില്ല. ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ബലം. മുഖ്യദാസന്റെ മുഖത്തൊരു 100 കടന്നൽ ഒന്നിച്ചു കുത്തിയാൽ എങ്ങനെ വീർക്കും? ആ പരുവത്തിനാണ് നമ്മൾ കണ്ടത്. കൈ വീശി തന്നെ മാറി നിൽക്കുന്നുള്ളത് നമ്മൾ കേട്ടതാ. എന്തിന് മാധ്യമപ്രവർത്തകരെല്ലാം ക്യാമറ ഓൺ ചെയ്ത് മുന്നിൽ നിൽക്കുമ്പം അവരുടെ അടുത്ത് മാറി നിൽക്കങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, കടക്ക് പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനപ്പുറത്തെ അപമാനങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും പറയുന്നത്, വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ തന്നെ നിങ്ങളുടെ അധപ്പതനം. പിന്നെ കൊടുക്കാൻ പോയ നിവേദനം എന്തെങ്കിലും ആ നാടിനെ സംബന്ധിച്ചായിരിക്കുമല്ലോ അല്ലേ? ഇല്ല, ഒന്നും പ്രത്യേകിച്ചായിട്ട് ഒന്നും എന്റെ അടുത്ത് സംസാരിച്ചില്ല. ഒന്നും സംസാരിച്ചില്ല. ചുണ്ടനക്കം കണ്ട് നമുക്കിവിടെ മനസ്സിലായി എന്താ സംസാരിച്ചതെന്ന്. എന്നിട്ടും വായുടെ കീഴെ നിന്നിട്ട് സഖാത്തിക്ക് മനസ്സിലായില്ല. അത് കേൾക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. നമ്മുടെ ഇത്രയും നല്ലൊരു സൗണ്ടും ക്രൗഡായിട്ട് നിന്നൊരു സമയത്തായിരുന്നു. ഭയങ്കര ശബ്ദമായിരുന്നു. പറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് ക്ലിയർ അല്ലാതെ കേൾക്കുന്ന ഒരു മൈക്കിന്റെ വരവറപ്പല്ലാതെ യാതൊരു ശബ്ദവും ബഹളവും അവിടെ കേട്ടില്ല. അതിന്റെ ഓഡിയോ സഹിതമാണ് നമ്മളെല്ലാവരും കണ്ടത്. നമ്മുടെ ഈ കൊമ്പിച്ചൽ കടവിൽ നിന്ന് 4 അവിടെ എന്തോ ഒരാൾ ഇടയ്ക്ക് അനൗൺസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒഴികെ ഒരു പാട്ടോ ബഹളോ ശബ്ദമോ ഒന്നും അവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ പൊന്ന് നാട്ടുകാരെ, ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ ജനപ്രതിനിധികളെയൊക്കെ ഇവര് അതൊക്കെ ചെയ്തു തരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തിരഞ്ഞെടുത്ത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവര് നേരെ പോകുന്നത് കാൽപാദത്തിന്റെ അടിയിലോട്ടാണ്. പിന്നെ നമ്മുടെ ഒരു കാര്യങ്ങളും സാധിച്ചു തരാൻ ഇവർക്ക് പറ്റത്തില്ല. മുഖ്യദാസൻ ഉൾപ്പെടെയുള്ളവരെ അവർക്ക് എങ്ങനെ സന്തോഷിപ്പിക്കാം, അവരെ എങ്ങനെ വെളുപ്പിക്കാം എന്ന് മാത്രമേ ഇവരൊക്കെ നോക്കുകയുള്ളൂ. ആ നിവേദനം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് കൂടി മാധ്യമപ്രവർത്തകരെന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും കേട്ടോ.
ഈ ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നപ്പോൾ നമ്മൾ അങ്ങേയറ്റം ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതാണ്. കാരണം ജനങ്ങളെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമാണ് ഒരു ജനപ്രതിനിധിയെ എന്തൊക്കെയാണെങ്കിലും അപമാനിക്കുന്നത്. ഒരു മിനിറ്റ് പോലും വേണ്ടാത്ത ഒരാവശ്യം. അല്ലെങ്കിൽ ഇതിപ്പോൾ ഈ നിവേദനത്തിൻ്റെ കാര്യം തന്നെയാണെന്ന് വെച്ചു, ഇങ്ങനെയാണോ അവരോട് പെരുമാറേണ്ടത്? അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടിപ്പോൾ നേരെ തിരിഞ്ഞു നിൽക്കുന്നു. ഇത്രയൊക്കെ ഉള്ളൂ സഖാത്തികളുടെയും സഖാക്കന്മാരുടെയും കാര്യം. ഇതൊക്കെ നോക്കിയും കണ്ടും നമ്മൾ പെരുമാറുക. ഇവർക്കൊക്കെ നേരെ ഒരു അന്യായം ഉണ്ടായാലും നമ്മളൊന്നും കണ്ടില്ലേ എന്നും പറഞ്ഞ് കണ്ണടച്ചെങ്കിൽ ഇരുന്നാൽ മതി. കാരണം നമ്മുടെ ഒന്നും പിന്തുണ ഇവരാരും അർഹിക്കുന്നില്ല.